കാതിലോലയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കോട്ടണിലുള്ള കുർത്തീസാണ് കാണാൻ പോകുന്നത്. ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 3 പീസ് കുർത്തിയാണിത്. പർപ്പിൾ ആൻഡ് ഒരു ബ്രൗൺ ഷെയ്ഡിൽ എന്ന് പറയാം. രണ്ടിനും കൂടി ഒരു മിക്സിംഗ് കളറാണ് ഇതിൽ കാണുന്നത്. രണ്ട് സൈഡിലും ഇങ്ങനെ വേറെ ഒരു ഡിസൈനോട് കൂടിയിട്ട് പാനൽ കട്ടാണ്. ഇവിടെ നിന്ന് പാനൽ കട്ട് ഉണ്ട് രണ്ട് സൈഡിലും. ഇവിടെ ഒരു വി ഷേപ്പ് ഓവർലാപ്പ് പോലെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ചെറിയ സീക്വൻസ് വർക്കും ഫാൻസി മെതറിൻ്റെയൊക്കെ വർക്കുകൾ, ഹാൻഡ് വർക്ക് നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വി ഷേപ്പിലാണ് മൊത്തത്തിലുള്ളത്. ചെറിയ ഗാദറിങ്സ് ഉണ്ട്. ഇത് ശരിക്കും പറയാൻ 3 പാനലായിട്ടാണ് വന്നിട്ടുള്ളത്. മിഡിൽ പോർഷൻ വീതി കൂടുതലും, രണ്ട് സൈഡിൽ അധികം വീതി ഇല്ലാത്തതാണ്. രണ്ട് സൈഡിലും അജരക്കിൻ്റെ പ്രിന്റ് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിലൊരു ബ്ലൂ ഷെയ്ഡും കൂടി കലർന്നിട്ടുണ്ട്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോക്കറ്റും ഉണ്ട്. സൈഡിൽ സ്ലിറ്റ് ഉള്ളതാണ്. താഴെയായിട്ടാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത്. വളരെ താഴെയായിട്ടാണ് സ്ലിറ്റ് കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവും സ്ലീവിൻ്റെ അറ്റത്ത് വേറൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പോർഷനായിട്ടാണ് കാണാം. അതിൽ സിംഗിൾ ഡിസൈൻ ആയിട്ടാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. അതിലൊക്കെ പ്രിന്റ് തന്നെയാണ്. ഫുള്ളായിട്ട് സിംഗിൾ ഡിസൈൻ ആയിട്ടാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. പക്ഷേ നെക്കിൽ ഒരു ഹൈ നെക്ക് പോലെ ആയതുകൊണ്ട് ആ ഒരു വീൻ്റെ ഒരു ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഇതിലെല്ലാം ഹാൻഡ് വർക്ക് കൂടിയിട്ട് ബാക്ക് വേറൊരു സ്റ്റൈൽ തന്നെയാണ് ദുപ്പട്ടയും പാൻറ്റും പ്യുവർ കോട്ടണിൽ കൊണ്ടുള്ളത് തന്നെയാണ്. ഒരു 6 ഡിസൈനാണ്. ഇങ്ങനെ ഒരു പലാസോണ്. സാധാരണ ഒരു പലാസോ മോഡലായിട്ടാണ്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഡിസൈനും അതുപോലെ 2-3 കളറൊക്കെ ബ്ലാക്ക് നീക്കില്ല. പിന്നെ ഒരു റെഡിൻ്റെ ഒക്കെ ഷെയ്ഡ് ഫുള്ളി എലാസ്റ്റിക് ആയിട്ടുള്ളതാണ്. സൈസൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. എങ്ങനെ വേണമെങ്കിൽ വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നമില്ലാത്തതാണ്. കോട്ടാഡോറിയയുടെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. ദുപ്പട്ട സെയിം കളർ ടോണിലൊക്കെ ഉള്ളതാണ്. ഇവിടെ ചെറിയ ഒരു ഡിസൈനോ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനോട് കൂടിയിട്ട് അറ്റത്തൊക്കെ ഇങ്ങനെ ആ പാൻറ്റിൻ്റെ ഡിസൈൻ സിക്സാഗ് പോലുള്ളത് വരും. പിന്നെ ഇവിടെ കുർത്തിയുടെ ആ സൈഡിലുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. 1 ലെയർ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റൈൽ. ഇതാണ് എൻ്റെ കോട്ടാഡോറിയ ദുപ്പട്ട എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വേറെ സ്റ്റൈൽ കൊടുക്കുന്നതാണ് ആ കുർത്തിക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റൈല്. നല്ല നീളവും വീതിയും ഒക്കെ ഉണ്ട്. നല്ല ഹൈറ്റുള്ളവർക്കും യാതൊരു പ്രശ്നമില്ലാതെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. പ്യുവർ കോട്ടണിൽ കൊണ്ടുള്ളതാണ്. സൈസ് മീഡിയം ടു 46 വരെയുണ്ട്. 38 തൊട്ടിട്ട് 46 സൈസ് വരെ അവൈലബിൾ ആണ്. ഇത് പ്യുവർ കോട്ടണിൽ വരുന്ന ഡ്രസ്സാണ്. ഉള്ളിലെ ഇന്നർ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇന്നറും അതിൻ്റെ ഓവർ കോട്ടും ആയിട്ടാണ്. വലിയ നീളം തന്നെയുള്ള രണ്ട്. ആ കുർത്തിയുടെ സെയിം ലെങ്ത് തന്നെ വരുന്നുണ്ട്. നല്ലൊരു പ്രിന്റും അതുപോലെ തന്നെ പുതിയൊരു മോഡലുമാണ്. ഇവിടെ ഒരു ബട്ടനും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചൈനീസ് കോളർ പോലെ വന്നിട്ടുണ്ട്. 3/4 സ്ലീവും കാര്യങ്ങളൊക്കെയാണ്. ഇത് ശരിക്കുള്ള ബ്ലോക്ക് പ്രിൻ്റാണ്. ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ആ ഒരു ഭംഗിയാണ്. മിഡിലിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്ലീവ്ലെസ് ആണ്. ഇത് നമുക്ക് വേറെ ഡ്രസ്സുകൾക്കും കൂടിയിട്ട് വേണമെങ്കിൽ സ്ലീവ്ലെസ് മാത്രം ഉപയോഗിക്കാൻ വിരോധമില്ലാത്തവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇതൊരു ഓവർ കോട്ട് ടൈപ്പായിട്ട്. ഇതിന് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ ആ ഒരു ഓവർ കോട്ടിൻ്റെ ഒരു ഭംഗി മാത്രമായിട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. സ്ലീവോടൊക്കെ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ടാണ്. പിന്നെ അതിന് പാൻറ്റും ഉണ്ട്. കോട്ടൺ തന്നെയുള്ള പാൻറ്റ്. ആ ഒരു മെറ്റീരിയലിൻ്റെ ഡിസൈൻ താഴെ കാണാം. ഇങ്ങനെ ക്ലോസ് ആയിട്ട് നോക്കുക വെച്ചാൽ നല്ല സ്റ്റൈൽ മെറ്റീരിയലാണ്. എങ്ങനെ വാഷ് ചെയ്താലും പ്രശ്നമില്ല. ഡെയിലി വെയറിന് വളരെ ആപ്റ്റായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന വേനൽക്കാലത്തേക്കൊക്കെ വളരെ യോജിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണെന്ന് നമുക്ക് പറയാം. ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ആ ഒരു പാറ്റേണിൻ്റെ വേറൊരു മോഡൽ തന്നെ പറയാം. അതിലും ഇതുപോലെ തന്നെ പ്രിന്റുകളും കാര്യങ്ങളും സെൻറ്ററിൽ മാത്രമായിട്ടുള്ള പ്രിന്റ് കാര്യങ്ങളും വരുന്നുണ്ട്. ഉള്ളിലത്തെ ഒരു ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്.
അതും സ്ലീവ്ലെസ് ആണ്. പിന്നെ ഈ പിങ്ക് കളറിലുള്ള ഷെയ്ഡ്, അതിലുള്ള ആ വലിയ വർക്കുകൾ നല്ല സ്റ്റൈലൻ പീസാണ്. ഇതൊരു പുതിയ മോഡലാണ്, ചൈനീസ് കോളറായിട്ട് 3/4 സ്ലീവ് ആയിരിക്കും. ഇത് പോക്കറ്റോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെ. ഇത് മീഡിയം ടു XXL സൈസിൽ വരെ. ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ്. സൈഡിൽ ഇങ്ങനെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈൻ പാറ്റേൺ ആണ്. ഇങ്ങനെ ഒരു കോളറും ചൈനീസ് കോളറും പോലെ ഇവിടെ ഒരു ഓപ്പണിങ്ങും, പിന്നെ ഇതിലെല്ലാം എംബ്രോയിഡറി വർക്ക്, അതുപോലെ മിറർ ഫോൾസ് മിറർ വർക്കൊക്കെ ഉണ്ട്. സ്ലീവ്ലെസ് സ്ലീവ് ഇങ്ങനെയാണ്, 3/4 സ്ലീവായിട്ട്. പിന്നെ ഇങ്ങനെ വലിയ വലിയ പ്രിന്റുകളാണ്, പക്ഷെ നല്ലൊരു സ്റ്റൈലിഷാണ്. സെയിം ഡിസൈനിൽ തന്നെയുള്ള പാൻറ്റും കൂടി ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. ഇതിൻ്റെ പാൻറ്റ് അഫ്ഗാനി മോഡലാണ്. അഫ്ഗാനി പാൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ റയറായിട്ട് മാത്രമാണ് അഫ്ഗാനിയുടെ ഒരു പാൻറ്റ് കിട്ടുന്നത്. ഇത് ധാരഭാഗം തൊട്ടിട്ട് തന്നെ അതിൻ്റെ ചുരുക്ക് വരുന്നുണ്ട്. ചെറിയ പ്ലേറ്റ് ആയിട്ട് ഫുള്ളായിട്ട് താഴെ വരെയായിട്ട് അത് കാണാം. പിന്നെ താഴെ എത്തുമ്പോൾ ചെറിയൊരു ക്രോഷ്യോ ലേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അഫ്ഗാനി പാൻറ്റിൻ്റെ സ്റ്റൈല്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു പാൻറ്റിൻ്റെ സ്റ്റൈല് കാണാം. ബാക്ക് പോർഷൻ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ മൽമൽ കോട്ടണിൽ വരുന്ന ദുപ്പട്ട, നല്ല സ്റ്റൈൽ ദുപ്പട്ടയാണ്. മിഡിലിൽ വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ഡിസൈനും, സൈഡിൽ 2 ഭാഗത്തും കുർത്തിയുടെ സെയിം ഡിസൈനും കൂടിയിട്ട് വരുന്നതാണ്. വെയർ ചെയ്യാൻ വളരെ നല്ല സുഖമാണ്. പ്യൂർ കോട്ടണിലായതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഏത് ക്ലൈമറ്റിൽ വരെ യോജിക്കുന്ന ഒരു വീഡിയോ മുന്നേ കാണിച്ചിട്ടുള്ള ആ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡ് കാണിച്ചിരുന്നു. 2 പീസ് ആയിട്ടാണ്. ഇത് നല്ല ഫുള്ള് ഫ്രോക്ക് ആയിട്ട് തന്നെ പറയാം. നല്ല ലെങ്തിയാണ്. ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു വ്യൂ പോലെ വന്നിട്ട് അതിൽ നല്ല ഭംഗിയുള്ള പ്രിൻറ്റും അതിൽ ചെറിയ വളരെ പൊടിയായിട്ടുള്ള സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇത്രയും ഏരിയയിൽ ഹാൻഡ് വർക്കാണ്. ചൈനീസ് കോളറും അതുപോലെ ഇവിടെ ഒരു ഓപ്പണിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ പോട്ട്ലി ബട്ടൺ പോലെ ഇവിടെ ബട്ടൺസ് ഈ മെറ്റീരിയൽ കൊണ്ട് തന്നെ പൊതിഞ്ഞിട്ടുള്ളതാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ വിട്ടിട്ടുള്ള നടുവിൽ സെൻറ്ററിൽ ഒരു കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെ ഒരു ലേസ് പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത്. സെൻറ്റർ പോർഷൻ ഇവിടെ ഹാഫ് തൊട്ടിട്ടാണ് ആ ഒരു കട്ടിങ് ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല ഫ്ലയറോട് കൂടിയുള്ള ഒരു അനാർക്കലി മോഡൽ എന്ന് പറയാം. അങ്ങനെയാണ്. ഇതെല്ലാം ധാരാളം പാനലുകൾ വന്നിരിക്കുന്നത്. വളരെ അടുപ്പിച്ച് പാനൽ വന്നിട്ടുള്ള നല്ലൊരു ഫ്രോക്കാണ്. ധാരാളം അതുകൊണ്ട് തന്നെ നല്ല ഫ്ലയറായിട്ട് നിൽക്കുന്നുണ്ട്. 3/4 സ്ലീവും കാര്യങ്ങളും സ്റ്റൈലായിട്ടുള്ള ഒരു ആർട്ടിക്കിള്. ബാക്കിലും അതേപോലെ തന്നെ പാനലോട് കട്ടോട് കൂടിയിട്ടുള്ള കുർത്തി ഹാഫ് വരെ ഇങ്ങനെയാണ്. പിന്നെ മൽക്കോട്ടൻ്റെ നല്ല ദുപ്പട്ട, നല്ല സ്റ്റൈലൻ ദുപ്പട്ട. ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. ഇതൊരു പ്രത്യേക ഡിസൈനാണ്. ഒരു ടീൽ ഗ്രീൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു ഡിസൈനല്ല കളറിലുള്ള ഒരു കോട്ടൺ കുർത്തിയാണ്. റയർ ഷെയ്ഡാണ്. റയർ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ യോജിക്കുന്ന ഒരു സൈസ് 38 തൊട്ടിട്ട് 44 സൈസ് വരെ അവൈലബിൾ ആണ്.
ലൈറ്റ് ബ്രൗൺ ഉണ്ട്, ഒരു മെറൂൺ ഷെയ്ഡ് പിന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ലാർജ് തൊട്ടിട്ട് 4XL വരെ 48 സൈസ് വരെ ഇത് അവൈലബിൾ ആണ്. ഇവിടെ ഇങ്ങനെ ഇത്രയും രീതിയിൽ ഒരു വി പോലെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഇത്രയും വന്നിട്ട് പീസ് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ടാണ്. ബോർഡർ പോലെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള സീക്വൻസ് ഗോൾഡ് കളറുള്ള സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് ഇവിടെ എല്ലാം വളരെ ചെറുതായിട്ട് സെൻറ്റർ പോർഷനിൽ മാത്രം ചെറിയ ഗാദറിങ്സ് ഉണ്ട്. സൈഡിൽ സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാണ്. അനാർക്കലി മോഡലാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ, നല്ല സ്റ്റൈലായിട്ട് ഡാർക്ക് കളറുകൾ കൊണ്ട് മാത്രമായിട്ട് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളാണ്. ലെങ്ത്തും കാര്യങ്ങളൊക്കെ റേഞ്ചിൽ കാണാവുന്നതാണ്. മൽക്കോട്ടൻ്റെ നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ദുപ്പട്ടയൊക്കെ നല്ല സ്റ്റൈലാണ്. അതിൽ ഒരു ക്രീം കളറിലുള്ള ഒരു കളർ കൂടിയിട്ട് അതിൽ ചേർന്നിട്ടുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് സൈഡിൽ കുർത്തിയുടെ സൈഡ് ഡിസൈൻ. പാൻറ് ഫുള്ളായിട്ടും എലാസ്റ്റിക് റേറ്റഡാണ്. അരഭാഗം പലാസോ പാൻറ്റാണ്. ഓവറോൾ നല്ലൊരു ലുക്കാണ്. ഇവിടെയെല്ലാം മുത്തുകൊണ്ടും സീക്വൻസ് കൊണ്ടും ഒരു വർക്കുകളാണ് നമ്മുടെ ഹാൻഡ്. ഇങ്ങനെ ചെറുതായിട്ട് ടസൽസ് ഒക്കെ കൊടുക്കുന്നത്. ഇത്രയും പോർഷൻ നല്ലൊരു സ്റ്റൈലാണ്. ഇവിടെ ഇങ്ങനെയും വീതിയോടുകൂടിയുള്ള ഇങ്ങനെയുള്ള ഒരു പീസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഇങ്ങനെയാണ്. നല്ല ക്യൂട്ടായിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ലൈൻ പോലെ പോയിട്ടുണ്ട്. മിഡിൽ പോർഷൻ വേറെ ഈ രണ്ട് സൈഡിലായിട്ട് വേറെ ഏതായിട്ട് അങ്ങനെ പാനൽ കട്ടോട് കൂടിയിട്ടുള്ള ലൈനാണ്. നല്ല പ്രിൻ്റാണ്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ക്യൂട്ട് ഡിസൈൻ തന്നെ പറയാം. വളരെ പൊടിപൊടിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളാണ്. അതിൽ തന്നെ ആ ബ്ലാക്കും മെറൂൺ ഷെയ്ഡും കൂടിയിട്ട് ആ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ പോയിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ട് ഡാർക്ക് ഷെയ്ഡിലുള്ള ഡിസൈനാണ്. ഒരു ചെറിയ കോട്ടാഡോറിയുടെ പോലെയുള്ള എന്നാൽ നല്ല വളരെ സോഫ്റ്റും കൂടി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. അത് ഫുള്ളായിട്ട് ഇങ്ങനെ നെറ്റ് പോലെ തോന്നുന്നത്. മെറ്റീരിയൽ നെറ്റ് പോലെ തോന്നിക്കുന്ന ചെറിയ കള്ളി പോലെ നെറ്റ് പോലെ തോന്നിക്കുന്ന ബ്രൗൺ ഷെയ്ഡിലുള്ള ഡാർക്ക് ബ്രൗണിലുള്ള ദുപ്പട്ട അതിനകത്ത് ഇങ്ങനെ വരും. സ്റ്റൈലായിട്ടുള്ള ദുപ്പട്ടയാണ്. പാൻറ് കോട്ടണിൽ തന്നെ വരുന്ന പാൻറ്റാണ്. പ്രധാനമായിട്ടും ഇതിലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. ബ്രൗണും ഉണ്ടെന്ന് മാത്രം. നോർമൽ പാൻറ്റാണ്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ കാര്യങ്ങളാണ്. വളരെ ആക്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിന് വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു പാൻറ്റും നല്ല സ്റ്റൈലായിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് പെയർ ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾസ് ലിമിറ്റഡ് സ്റ്റോക്കാണ്. 6282339766 എന്നുള്ള നമ്മുടെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.